നമസ്കാരം. ദ പ്രസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ നിരവധി വാർത്തകളുണ്ടായിരുന്നു. ആ വാർത്തകളുമായാണ് ഇന്നത്തെ മൂന്ന് പത്രങ്ങൾ. എൻ്റെ കൈവശമുള്ളത് മൂന്ന് പത്രങ്ങളാണ്. സിറാജ്, ഗൾഫ് മാധ്യമം, അതുപോലെ മാതൃഭൂമി. പ്രതിരോധ മേഖലയിൽ അദാനി നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു, നിക്ഷേപിക്കുന്നു ഉൾപ്പെടെയുള്ള വാർത്തകളുണ്ട്. യു പിയിൽ കൂട്ടവെട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് SIR-മായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. നെൽകർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് പ്രധാന വാർത്തകളായി എല്ലാവരും എടുത്തിരിക്കുന്നത്. ആരാവല്ലി നിർവചനം സ്വമേധയെ സുപ്രീം കോടതി കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. അത് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നുണ്ട്. വംശീയത അതിരുവിട്ടപ്പോൾ ലണ്ടനിൽ, ഇന്ത്യയിലല്ല, ലണ്ടനിൽ 3 മലയാളി നഴ്സുമാർക്ക് നേരെ ആക്രമമുണ്ടായി. അതുപോലെ ഉത്തരാഖണ്ഡിൽ ദെറാദൂണിൽ ത്രിപുര സ്വദേശിനികൾ ആക്രമിക്കപ്പെട്ടത്, ഒരു വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടത്, ആ വിദ്യാർത്ഥി മരിച്ചു. അതെ, തുടങ്ങിയ വാർത്തകളെല്ലാം തന്നെ ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. സ്പോർട്സ് പേജിലും നിറയെ വാർത്തകളുണ്ട്. നമുക്ക് ഓരോരോ വാർത്തയായി എടുത്തു നോക്കാം, ഓരോരോ പത്രമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് മാതൃഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നെൽകർഷകന് വീണ്ടും നഷ്ടബാക്കി എന്ന വാർത്തയാണ്. നെൽകർഷകന് വീണ്ടും നഷ്ടബാക്കി എന്ന് പറയുന്നത്, കർഷകൻ ഇത്തവണ സംഭരിച്ച കഴിഞ്ഞ വർഷം സർക്കാർ സംഭരിച്ച, സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിൻ്റെ വില കിട്ടിയിരുന്നില്ല. അവർക്ക് കൃത്യമായ സമയത്ത് കിട്ടിയില്ല എന്നതുകൊണ്ട് അവർ ഇത്തവണ സർക്കാരിന് അല്ലെങ്കിൽ സപ്ലൈകോയ്ക്ക് കാര്യമായി അരി നൽകിയില്ല. അതുകൊണ്ട് കാര്യമായ അരി നൽകിയില്ല. അതോടുകൂടി സംസ്ഥാനത്തിൻ്റെ ഒന്നാം വിള നെല്ല് സംഭരണത്തിൽ സർക്കാരിനെയും സപ്ലൈകോയും കർഷകർ തഴയുകയാണ് ഉണ്ടായത്. കാരണം തൊട്ട് മുമ്പത്തെ വർഷമുണ്ടായ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കർഷകർ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ അതിനു വേണ്ട വില കിട്ടുന്നില്ല എങ്കിൽ, കൃത്യസമയത്ത് കിട്ടുന്നില്ല എങ്കിൽ, അവരുടെ ഉൽപ്പന്നം വാങ്ങിയിട്ട് സർക്കാർ കൃത്യസമയത്ത് പണം നൽകുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഒരു കർഷകനെ ബാധ്യതയിലേക്ക് തള്ളിവിടും. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് പലതരത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടു. കർഷകർ പലയിടത്തും സമരങ്ങൾ നടത്തി. അതായത് സപ്ലൈകോ സംഭരിച്ച നെല്ലിൻ്റെ പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സംഭരണം വൈകിയത് സംബന്ധിച്ച്, ഇവർ സംഭരിക്കാൻ വൈകുന്നത് കൊണ്ട് നെല്ല് കേടായി പോയത്, ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെ കർഷകർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ എന്ത് ചോദിച്ചാൽ അവർ പൊതുമാർക്കറ്റിൽ അവരങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം സ്വകാര്യ മാർക്കറ്റുകളിലേക്ക്, സ്വകാര്യ മില്ലുകൾക്കും അതുപോലെ തന്നെ ഇടനിലക്കാർക്കും വഴി അങ്ങ് വിറ്റഴിച്ചു. അതുകൊണ്ട് സർക്കാരിൻ്റെ സംഭരണത്തിൽ ഇത്തവണ 70,070 ടണ്ണിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. മുൻവിറ്റുവരവ് വില കിട്ടാതായത് ഓഫീസ് കയറി ഇറങ്ങി വലഞ്ഞ കർഷകരാണ് ഇത്തരത്തിൽ ഒരു പണി സർക്കാരിന് കൊടുത്തത്. പക്ഷേ അതുകൊണ്ട് കർഷകൻ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെയും ഒരു ചൂഷണം അവർ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ സ്വകാര്യ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ഇവർക്ക് അർഹിക്കുന്ന പൈസയിൽ അർഹിക്കുന്ന വില നൽകാതിരിക്കുക, അങ്ങനെ തുടങ്ങിയ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുക, അങ്ങനെ ചില കർഷകരുടെ എല്ലാം എടുക്കാതിരിക്കുക, അങ്ങനെ തുടങ്ങിയ ചൂഷണങ്ങൾക്കും അവർ വിധേയമാകുന്നുണ്ട്. 30 രൂപയാണ് നെല്ല് സംഭരണ സപ്ലൈക്കോ പുതുക്കിയ വില. എന്നാൽ പൊതുവിപണിയിൽ ഇതിൽ നിന്ന് 6 രൂപയോളം കുറച്ചാണ് നെല്ലെടുക്കുന്നത്. കുറച്ച് തുക നൽകിയ ശേഷം ബാക്കി തുക നൽകാതെ മില്ലുകളടക്കം കബളിപ്പിക്കുന്നതായും പരാതിയുണ്ട്. അതായത് 30 രൂപയാണ് സപ്ലൈകോ പറഞ്ഞിട്ടുള്ളതെങ്കിൽ 24 രൂപയ്ക്കൊക്കെയാണ് ഈ സ്വകാര്യ മില്ലുടമകൾ എടുക്കുന്നത്. അത് 6 രൂപ നഷ്ടത്തിനാണെങ്കിലും കർഷകൻ കൊടുക്കുന്നത് ആ പണമെങ്കിലും കിട്ടുമല്ലോ എന്നതുകൊണ്ടാണ്. ആ ഒരു ദുർഗതിയിലേക്ക് നമ്മുടെ കർഷകരെ എത്തിച്ചതിൽ നമ്മുടെ സർക്കാരിന് വലിയ പങ്കുണ്ട്, സപ്ലൈകോയ്ക്ക് വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പോൾ അവിടെ ആ വില പോലും ഇപ്പോൾ കിട്ടുന്നില്ല. പലപ്പോഴും പണം നൽകാതെ, ബാക്കി തുക നൽകാതെ മില്ലുടമകളെല്ലാം കബളിപ്പിക്കുന്നു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ മില്ലുടമകളുടെ നിസ്സഹകരണത്തെ തുടർന്നാണ് ഇത്തവണത്തെ സംഭരണം വൈകിയാണ് തുടങ്ങിയത്. സപ്ലൈകോയുടെ ഗുണനിലവാര നിബന്ധനകളുടെ അത്ര കർശനമായിരുന്നില്ല സ്വകാര്യ മില്ലുടമകളുടെ സംഭരണം എന്നതും കർഷകരെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകമാണ്. അതായത് ഇത് പരിശോധിക്കുമ്പോൾ, ഇതിൻ്റെ ഗുണമേന്മ പരിശോധിക്കുമ്പോൾ സപ്ലൈകോയുടെ മാനദണ്ഡങ്ങളെക്കാൾ ഭയങ്കര കർശനമായ മാനദണ്ഡങ്ങളാണ് സപ്ലൈകോ വയ്ക്കുന്നതെങ്കിൽ അത്രയൊന്നും കർശനമല്ലാതെ ആണ് സ്വകാര്യ മില്ലുടമകൾ നെല്ല് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിലക്കുറവും വരുന്നത്. കർശന മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സപ്ലൈകോ എടുക്കുമ്പോൾ 30 രൂപ കിട്ടും. മറിച്ച് ഇതൊന്നുമില്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സ്വകാര്യ
നൂലാമാലകളൊന്നും ഇല്ലാതെ സ്വകാര്യ മില്ലുകൾ എടുക്കുമ്പോൾ പൈസ കുറച്ച് കുറഞ്ഞാൽ എന്ത് എന്ന് ചിന്ത കർഷകനെ തോന്നി തുടങ്ങിയത് അതുകൊണ്ടാണ്. കഴിഞ്ഞ വർഷം സപ്ലൈകോ സംഭരിച്ചത് 1,45,622.1 ടൺ നെല്ലായിരുന്നു എങ്കിൽ ഇത്തവണ ഈ വർഷം അത് 2023 അത് 75,552.82 ടൺ മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 70,070 ടണ്ണിൻ്റെ വ്യത്യാസം ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പാലക്കാട് ആലത്തൂരുള്ള ഒരു കർഷകൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ആ കർഷകൻ്റെ ഒരു പ്രതികരണം ഈ വാർത്തയ്ക്കൊപ്പം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ജോബ് ജോൺ ആണ് ആലത്തൂരിൽ നിന്ന് ഈ വാർത്ത എഴുതിയിരിക്കുന്നത്. 5 ഏക്കർ വയലിൽ നിന്ന് 8,640 കിലോ നെല്ലാണ് കിട്ടിയത്. സപ്ലൈകോയ്ക്ക് കൊടുത്താൽ അടുത്ത കാലത്തൊന്നും വില കിട്ടില്ലെന്ന തിരിച്ചറിവിലാണ് കിലോയ്ക്ക് 24 രൂപ പ്രകാരം കച്ചവടം ഉറപ്പിച്ചത്. ഒക്ടോബർ 17 നെല്ല് കയറ്റിവിട്ടു. വിലയായി കിട്ടേണ്ടത് 2,07,360 രൂപയാണ്. അധികം വൈകാതെ മില്ലുടമ 1 ലക്ഷം രൂപ നൽകി. ബാക്കി തുകയ്ക്കായി പലതവണ മില്ലുകാരനോട് ആവശ്യപ്പെട്ട് വിടേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപ കൂടി കിട്ടി. ബാക്കി തുക എപ്പോൾ കിട്ടുമെന്നറിയാത്ത സ്ഥിതിയാണ്. ഇതാണ് ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ തന്നെ അനുഭവം, സ്വകാര്യ മില്ലിന് വിറ്റപ്പോൾ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കർഷകരൊക്കെ ഇങ്ങനെ മാറി ചിന്തിക്കേണ്ടി വരുന്നു എന്നത് സ്വാഭാവികമായും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ഈ കർഷകരെയൊക്കെ കർഷക തൊഴിലാളികളെല്ലാം ചേർത്ത് വയ്ക്കുന്ന സർക്കാരാണ് എന്ന് പറയുമ്പോൾ ആ കർഷകനുണ്ടാകുന്ന ബാധ്യതകൾ ഉണ്ടാവാതെ നോക്കേണ്ടതും ഈ സർക്കാരിൻ്റെ ഒരു കടമ തന്നെയാണ്. അത് സർക്കാർ പരിഗണിക്കും അല്ലെങ്കിൽ പരിശോധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതേസമയം മാധ്യമത്തിലെ ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ SIR തന്നെയാണ്. UP-യിലും കൂട്ടവെട്ടൽ എന്നാണ്. അതായത് കേരളത്തിലും തമിഴ്നാട്ടിലോ ബംഗാളിലോ ബീഹാറിലോ മാത്രമല്ല ഉത്തർപ്രദേശിലും കൂട്ടവെട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 2.89 കോടി വോട്ടാണ്. നമ്മുടെ ഇവിടെയൊക്കെ 25 ലക്ഷമൊക്കെ ആയിരുന്നുവെങ്കിൽ UP-യിലെത്തുമ്പോൾ UP വലിയ സംസ്ഥാനമാണ്. അവിടെ 2,89,00,000 പേരുടെ വോട്ടാണ് SIR പ്രകാരം വെട്ടിനീക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിൽ 79.52 ലക്ഷം വോട്ടർമാരെയും കണ്ടെത്താനാവാത്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. ഇത് വെട്ടിമാറ്റുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെയാണോ കൂടുതലായിട്ട് വെട്ടിമാറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ഓരോ ജില്ലകളിലെയും കണക്കുകൾ ഇവർ നൽകിയിട്ടുണ്ട്. അതായത് നേപ്പാളിനോട് അതിർത്തി പങ്കിടുന്ന ബൽറാംപൂർ ജില്ലയിൽ 25.98% വോട്ടർമാർ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകിയിട്ടില്ല. അങ്ങനെയുള്ളതുമുണ്ട്. തിരികെ ഫോം നൽകാത്തവരുമുണ്ട്. 10% വോട്ടർമാരെ കണ്ടെത്താനാകാത്ത 3 ജില്ലകളിൽ ഒന്നും ബൽറാംപൂർ തന്നെയാണ്. ലക്നോയും ഗാസിയാബാദുമാണ് കണ്ടെത്താനാകാത്തവർ കൂടുതലുള്ള UP-യിലെ മറ്റ് 2 ജില്ലകൾ. ഗാസിയാബാദ് എല്ലാം മുസ്ലിം ഡോമിനേറ്റിംഗ് ഏരിയകളുള്ള സ്ഥലമാണ്. UP-യിലെ ഈ 2 ജില്ല ഈ BLOമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകിയില്ലെന്ന് കാണിച്ച് നീക്കുന്ന 2.89 കോടി വോട്ടർമാരുടെയും നഗര ജില്ലകളിൽ നിന്നാണ്. നിലവിലുള്ള വോട്ടർമാരിൽ 30% വെട്ടിമാറ്റുന്ന ലക്നോ ആണ് വോട്ടുവെട്ടിൽ ഒന്നാമതുള്ള ജില്ല. ജില്ലകളിൽ ഒന്നാം സ്ഥാനത്ത് 12% വോട്ട് 12 ലക്ഷം 30% പേര് വെട്ടിമാറ്റുന്ന ലക്നോയിലാണ് ഒന്നാം സ്ഥാനം. ഇതിന് പിന്നാലെ ഉള്ളത് ഗാസിയാബാദാണ്. അവിടെ 8.18 ലക്ഷം വോട്ടർമാർ, അതായത് 28.83% വോട്ടർമാരെയാണ് വെട്ടിമാറ്റുന്നത്. കാൺപൂരിലേക്ക് എത്തുമ്പോൾ അത് 9 ലക്ഷമാവുന്നു, അതായത് 25.50% പേരെ. ഏതാണ്ട് വോട്ടർ പട്ടികയിലുണ്ടായതിൻ്റെ കാൽഭാഗത്തിലേറെയും ആളുകളെ വെട്ടിനീൽക്കുന്നു എന്നതാണ്, അത്രയും പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. മീറത്ത്, പ്രഗ്യാരാജ്, മൗസംബുദ് നഗർ, ആഗ്ര എന്നീ ജില്ലകളിലാണ് പിന്നീട് കൂടുതൽ വോട്ട് കിട്ടുന്നത്. ഇങ്ങനെ ജില്ലകൾ തിരിച്ചുള്ള ഒരു കണക്ക് തന്നെ മാധ്യമം ഒന്നാം പേജ് വാർത്തയിൽ നൽകിയിട്ടുണ്ട്. SIR വലിയൊരു ബാധ്യതയായി മാറുന്നു എന്നാണ് മാധ്യമം അടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. ഈ പുറത്താക്കപ്പെട്ടവരിൽ, ഈ കണ്ടെത്താനാവാത്ത വോട്ടർമാർ എന്നെല്ലാം പറഞ്ഞ് എഴുതി തള്ളുന്നവരിൽ എത്രയോളം അർഹരായ വോട്ടർമാരുണ്ടാകുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാറാവില്ല. അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. BLOമാർക്കുള്ള എന്യൂമറേഷൻ ഫോം തിരിച്ചു നൽകാതെ ഇരിക്കുന്നതും വലിയ തെറ്റ് തന്നെയാണ്. അവരെല്ലാം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണോ അതോ എന്തോന്നറിയില്ല. അതെല്ലാം ഒരു ഈ കടുംവെട്ടലിന് വ്യാപ്തി കൂട്ടുകയേ ഉള്ളൂ. സിറാജിൻ്റെ ഒന്നാം പേജ് വാർത്ത എന്ന് പറയുന്നത് പ്രതിരോധ മേഖലയിൽ അദാനി നിക്ഷേപം 1.8 ലക്ഷം കോടി നിക്ഷേപിക്കും എന്നതാണ്. അതായത് പ്രതിരോധ മേഖലയും അദാനിക്ക് തുറന്നു കൊടുക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഉള്ളത്. ഡ്രോണുകൾ ഉൾപ്പെടെ സ്വയം നിയന്ത്രിത സംവിധാനങ്ങളിലാണ് അദാനി നിക്ഷേപം നടത്തുക എന്നും ഈ വാർത്ത പറയുന്നു.
അടുത്ത വർഷത്തോടെ നിക്ഷേപം ഇറക്കാനാണ് നീക്കം. അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസിൻ്റെ ചില സൈനിക ഹാർഡ്വെയറുകൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് അദാനിയുടെ അവരുപയോഗിച്ചിരുന്ന അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ അവരുടെ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസസ് കമ്പനിയാണ് അവരുണ്ടാക്കിയ ചില സോഫ്റ്റ്വെയറുകളെല്ലാം ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ചുവട് പിടിച്ചാണ് കൂടുതൽ നിക്ഷേപം ഇറക്കാൻ അദാനി തയ്യാറെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രോണുകൾ, സ്വയം നിയന്ത്രിത സംവിധാനങ്ങൾ, അത്യാധുനിക ഗൈഡഡ് ആയുധങ്ങൾ, സെൻസറുകൾ, ഇലക്ട്രോണിക്സ്, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത മൾട്ടി ഡൊമൈൻ ഓപ്പറേഷനുകൾ എന്നിവയിൽ അടുത്ത വർഷത്തോടെ വലിയ തോതിൽ നിക്ഷേപം നടത്തുമെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചത്. വ്യോമ, കടൽ, കരമേഖലകളിൽ സെൻസറുകളും സോഫ്റ്റ്വെയറുകളും ഉപയോഗിച്ച് കുറഞ്ഞ മനുഷ്യ ഇടപെടലോടെ പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോമുകളാണ് സ്വയം നിയന്ത്രിത സംവിധാനങ്ങൾ. സൈനിക വ്യാപ്തി വർദ്ധിപ്പിക്കാനും ജീവനക്കാരുടെ അപകട സാധ്യത കുറയ്ക്കാനും ഇതുവഴി സാധിക്കും. അങ്ങനെ ഇതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ വർഷം തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ദൃഷ്ടി 10 UAVകൾ, അതായത് അൺമാൻ ഏരിയൽ രഹസ്യാന്വേഷണം, നിരീക്ഷണം എന്നിവയ്ക്ക് കരനാവികസേന ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കമ്പനി വൃത്തങ്ങൾ പറയുന്നത്. ഇപ്പോൾ തന്നെ ആളില്ല വിമാനങ്ങൾ, ഡ്രോണുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. UAV എന്ന് പറയുന്നതാണ് വെഹിക്കിൾസ്. ആ സാധനങ്ങൾ ഇപ്പോൾ തന്നെ 10 ദൃഷ്ടി 10 അതാണ് അവരിറക്കിയിട്ടുള്ള സാധനം. അത് ഇപ്പോൾ തന്നെ കരനാവികസേനകൾ ഉപയോഗിക്കുന്നുണ്ട്, നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട ചിത്രം മാതൃഭൂമിയിലും അതുപോലെ തന്നെ സിറാജിലുമുണ്ട്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ചിത്രമാണ്. നാവികസേനയുടെ പ്രധാന അന്തർവാഹിനിയായ INS വാഗ്ഷീറിനുള്ളിൽ പ്രവേശിക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്തർവാഹിനിയിൽ സഞ്ചരിച്ചു ഇന്നലെ ദ്രൗപദി മുർമു. അതിൻ്റെ പടമാണ്, അതിലേക്ക് പ്രവേശിക്കുന്ന പടമാണ് നൽകിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഡോക്ടർ APJ അബ്ദുൽ കലാം മാത്രമാണ് ഇത്തരത്തിൽ അന്തർവാഹിനിയിൽ സഞ്ചരിച്ചിട്ടുള്ള രാഷ്ട്രപതി. അങ്ങനെ APJയ്ക്ക് പിന്നാലെ ഈ യാത്ര ചെയ്യുന്ന ആദ്യത്തെ പ്രസിഡൻ്റായി ദ്രൗപദി മുർമു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ പക്ഷേ വിശകലനങ്ങൾ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം CPMൻ്റെ സംസ്ഥാന സമിതി ചേർന്നിരുന്നു. വോട്ട് എന്തുകൊണ്ടാണ് തോറ്റത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നൊരു പരിശോധന അവർ നടത്തുകയുണ്ടായി. അവൻ്റെ വിലയിരുത്തൽ എങ്ങനെയാണ് പറയുന്നത്? ശബരിമലയും PM ശ്രീയും തിരിച്ചടിയായി എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരമില്ല, പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല, എന്നാൽ PM ശ്രീയും ശബരിമലയും തിരിച്ചടിയായി. ഇത് ആർക്കെതിരെ ഉള്ള വികാരമാണ് ഈ തിരിച്ചടി എന്നത് മനസ്സിലാവുന്നില്ല. PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതും ശബരിമല വിവാദവും സ്വർണ്ണക്കൊള്ളയിൽ നടപടിയില്ലാത്തതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. ഒരു ആലോചനയും കൂടാതെ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചു. CPM BJP ധാരണ എന്ന UDF പ്രചാരണത്തിന് ഒരളവ് വരെ വിശ്വാസ്യത കൂട്ടിയെന്നും യോഗത്തിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശബരിമല വിവാദത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനായില്ലെന്നും സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ A. പത്മകുമാറിനെ ഇതിരെ നടപടിയെടുക്കാത്ത തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി. തെരഞ്ഞെടുപ്പ് സമയത്ത് UDF വലിയ തോതിൽ ഇക്കാര്യം പ്രചരിപ്പിച്ചു. ഇതെല്ലാം ഇന്നലത്തെ CPM സംസ്ഥാന സമിതി യോഗത്തിൽ പരാജയത്തിന് കണ്ടെത്തിയ കാരണങ്ങളാണ്. പങ്കെടുത്ത ഭൂരിഭാഗം പേരും സമാനമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല, സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഘടനാ വീഴ്ചയുണ്ടായതായും വിലയിരുത്തലുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വിഭാഗം, പാർട്ടിയുടെ സാമൂഹിക മാധ്യമ വിഭാഗത്തിനെതിരെയും സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയർന്നു. അവർ വേണ്ട പോലെ ഉയർന്ന് പ്രവർത്തിച്ചില്ല എന്ന ഒരു വിമർശനവും സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായി. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പല നേതാക്കളെയും കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായത്. പിന്നെ 1-ാം പേജിലുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മാതൃഭൂമി നൽകിയിരിക്കുന്നത് ഇനി KSRTCയിൽ തിരക്ക് പോലെ നിരക്കും മാറും എന്നതാണ്. അതായത് KSRTC ഇനി മുതൽ ഫ്ലെക്സി ചാർജിലേക്ക് ഫ്ലെക്സി നിരക്കിലേക്ക് നീങ്ങുന്നു എന്നതാണ്. സാധാരണ സ്വകാര്യ ബസ്സുകളാണ് ഇത് ചെയ്യുന്നത്. ആഘോഷത്തോടനുബന്ധിച്ച് തിരക്ക് കൂടുന്ന സമയങ്ങളിൽ അവർ റേറ്റ് മാറ്റും. റേറ്റിങ്ങിനെ ഫ്ലെക്സി ആയിട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കും. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ KSRTC മാറുന്നു എന്നതാണ്. യാത്രക്കാരുടെ തിരക്കനുസരിച്ച് യാത്രക്കൂലി ഇതിനെ കൂട്ടുന്നതിന് കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി
അനുമതി നൽകുകയും ചെയ്തു. ഡിസംബർ 25-26 തീയതിയിൽ 2300 രൂപ നിശ്ചയിച്ചിരുന്ന പുതിയ വോൾവോ സ്ലീപ്പർ ബസ് തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് 1400 രൂപയാണ് ഈടാക്കിയത്. 2300 രൂപ നിശ്ചയിച്ചിരുന്നത് അവസാന ദിവസം കുറയ്ക്കുകയായിരുന്നു യാത്രക്കാരില്ലാതെ. ആകെ 4 പേരാണ് 2300 രൂപ കൊടുത്തിട്ട് KSRTCയുടെ പുതിയ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ തയ്യാറായത്. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് 1400 രൂപയാണ് KSRTC നിലവിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് കൂട്ടി 2300 രൂപ ആക്കിയത്. അത് 4 പേര് മാത്രമേ എടുത്തുള്ളൂ. ബാക്കി കാലി അടിച്ച് വണ്ടി പോകണം എന്നുള്ളതുകൊണ്ട് നിരക്ക് കുറച്ചു. അപ്പോൾ ആളുകൾ ടിക്കറ്റ് എടുത്ത് കയറുകയായിരുന്നു. അങ്ങനെ അന്ന് KSRTC 2300 കിട്ടുമെന്ന് സ്വപ്നം കണ്ടത് ഇല്ലാതാക്കിയത് സ്വകാര്യ ബസ്സുകളാണ്. തിരക്ക് കുറവായതിനാൽ സ്വകാര്യ ബസ്സുകളും റേറ്റ് കുറച്ചു. അവർക്ക് പ്രശ്നമില്ല, അവർ ഫ്ലെക്സി ആയിട്ടാണ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത്, അവർ കുറച്ചു. അതോടുകൂടിയാണ് KSRTCയും നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരായത്. അതോടെ അവസാന മണിക്കൂറിൽ 39 യാത്രക്കാർ KSRTCയിൽ വന്ന് കയറി. ആ റേറ്റ് കുറച്ചോടുകൂടി 39 യാത്രക്കാരും, അതായത് ബസ് ഫുള്ളായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഫ്ലെക്സി റേറ്റ് വരുമ്പോൾ നമ്മൾ സാധാരണക്കാരനെയാണ് ഇത് ബാധിക്കുന്നത്. കാരണം ആളുകൾ പ്രൈവറ്റ് ബസ്സുകളൊന്നും കിട്ടിയില്ലെങ്കിൽ സർക്കാർ ബസ്സുണ്ടല്ലോ എന്നൊരു പ്രതീക്ഷയുണ്ടാവും. വലിയ ബാധ്യതയില്ലാതെ നമ്മുടെ അറിയാം അവധിക്കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ആഘോഷവേളകളിലെല്ലാം, ഓണം, അതുപോലെ ക്രിസ്മസ്, പെരുന്നാൾ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ ഈ ആഘോഷവേളകളിലെല്ലാം തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ആ സമയത്താണ് സ്വകാര്യ ബസ്സുകളും എല്ലാം ഇവരെ ചൂഷണം ചെയ്യുക. ആവശ്യത്തിന് തീവണ്ടി സർവീസ് ഇല്ല എന്നതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യാറുണ്ട്. ആ ചൂഷണത്തിൽ നിന്ന് ഒരു അളവ് വരെയെങ്കിലും ജനങ്ങളെ രക്ഷിച്ചിരുന്നത് KSRTC ബസ്സാണ്. KSRTCയും ഇതുപോലെ തിരക്കിനനുസരിച്ച് ഊറ്റാൻ തുടങ്ങിയാൽ അത് സാധാരണക്കാരനെയാണ് പ്രതികൂലമായി ബാധിക്കുക എന്നത് ഒരു വസ്തുതയാണ്. അതിനെ എങ്ങനെയാണ് KSRTC അല്ലെങ്കിൽ സർക്കാർ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് കണ്ടറിയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിരുവിട്ട് വംശീയത എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ 3 മലയാളി നഴ്സുമാർക്ക് നേരെ അതിക്രമമുണ്ടായ കാര്യം, ആക്രമണം നേരിടേണ്ടി വന്നു. അവർ സഞ്ചരിച്ചത് ബസ്സിൽ 3 പേരാണ്. പത്തനംതിട്ട സ്വദേശിനികൾ ഉൾപ്പെടെ 3 മലയാളികളാണ്. പത്തനംതിട്ട മാടപ്പള്ളിയിലെ സോബി, പത്തനംതിട്ട സ്വദേശി ഡെയ്സി, പുനലൂർ സ്വദേശി അക്ഷിത എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവർ ജോലിക്കായി ക്രൈഡോണിൽ നിന്ന് ഇവരുടെ ജോലി സ്ഥലത്തേക്ക് ബസ്സിൽ പോകുമ്പോഴാണ് ആക്രമണം ഉണ്ടായത്. ഒരു പ്രാദേശികയായ വനിത സ്ത്രീ കത്തിയുമായി എത്തിയ ആക്രമണം നടത്തുകയായിരുന്നു. അക്ഷിതയുടെ വയറിനെ ചവിട്ടേൽക്കുകയും കത്തി കൊണ്ടുള്ള ആക്രമണം തടയാൻ ശ്രമിക്കുമ്പോഴാണ് വയറിന് ചവിട്ടേറ്റത്. ഇവർ കത്തിയുമായി മറ്റുള്ളവർക്ക് നേരെയും തിരിയുകയായിരുന്നു. അവസാനം ബസ്സിലുള്ള ആളുകൾ തന്നെയാണ് ഇവരെ കീഴ്പ്പെടുത്തിയത്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാണ് ആക്രമണം ഉണ്ടായത്. നമ്മുടെ എവിടെയും പുറമേ ആയാലും ശരി, നമ്മുടെ നാട്ടിൽ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയാണോ, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വാളയാറ് അട്ടപ്പള്ളത്ത് കണ്ടു ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ ആളുകൾ മോബ് ലിഞ്ചിങ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ആളുകളെ, മലയാളികൾ പുറത്തും പല ഭാഗത്തുമുണ്ട്, അവർക്കും ഇതുപോലെ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നതാണ്. ഇതൊരു തരം വംശീയതയാണ്. ഇത് ഈ അതിരുവിടുന്നുണ്ട് വംശീയത എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ന്യൂസിലാൻഡിൽ സിഖ് ഘോഷയാത്രയ്ക്ക് നേരെ അവിടുത്തെ തദ്ദേശവാസികൾ ഒരു വിഭാഗം പേർ പ്രകടനവുമായും എത്തി ഹക്ക നൃത്തം ചെയ്തത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ദിസ് ഈസ് ന്യൂസിലാൻഡ് നോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള വംശീയത ലോകമെങ്ങും പരക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായി. ഉത്തരാഖണ്ഡിലെ ദെറാദൂണിൽ ഒരു വംശീയ ആക്രമണം ഉണ്ടായി. അതൊരു MBA വിദ്യാർത്ഥിയാണ് ആക്രമണത്തിന് ഇരയായത്. ത്രിപുര സ്വദേശിയാണ്. MBA അവസാന വർഷ വിദ്യാർത്ഥിയായ ആഞ്ചൽ ചക്മ. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചു. അദ്ദേഹം ഒരു ചൈനക്കാരനാണെന്ന് ആരോപിച്ചാണ് ഇവരെ അക്രമികളെ ഇതുവരെയും കണ്ടെത്താൻ ഉത്തരാഖണ്ഡ് പോലീസിന് ആയിട്ടില്ല. ത്രിപുരക്കാരനാണ് ആക്രമിക്കപ്പെട്ടത്. അതിൻ്റെ പേരിൽ ത്രിപുരയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇത് അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉറപ്പു നൽകിയെന്നാണ് ത്രിപുര മുഖ്യമന്ത്രിയായ മണിക് സാഹ പറയുന്നത്. പക്ഷേ ഈ വംശീയത എന്ന് പറയുന്നത് ഇവൻ ഇന്ത്യക്കാരനാണോ, ചൈനക്കാരനാണോ, അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണോ എന്നെല്ലാം ചോദിച്ചുള്ള അക്രമം പെരുകുന്നു എന്നത് അത്ര നല്ല കാര്യമല്ല, നല്ല ഒരു ഇതായി കാണാൻ സാധിക്കില്ല. നമുക്ക് ഉൾപേജുകളിലേക്ക് പോവുകയാണെങ്കിൽ ഗൾഫ് പേജുകളിലുള്ളത് തിരക്ക് നിയന്ത്രിക്കാൻ ഷാർജ വിമാനത്താവളം പുതിയ നടപടികൾ സ്വീകരിക്കുന്നതാണ്. യാത്രക്കാർ 3 മണിക്കൂർ മുൻപ്
എയർപോർട്ടിൽ ഹാജരാകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവധി ദിനങ്ങളോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അതിന് പൂർണ്ണ സജ്ജമാണ്. പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് യാത്രക്കാർ 3 മണിക്കൂർ മുമ്പേ എത്തണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. UAE-ൽ കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷയ്ക്ക് പുതിയ നിയമം വരുന്നു എന്ന വാർത്ത മാതൃഭൂമി പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. എന്നാൽ ഇത് 2-3 ദിവസം മുമ്പ് NTV റിപ്പോർട്ട് ചെയ്തിരുന്ന ഈ വാർത്ത കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് അവർ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും, അത് ടിക്ടോക്ക് ആകട്ടെ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആവട്ടെ ആമസോൺ ആവട്ടെ ഏത് തന്നെയാണെങ്കിലും ശരി, ഏതെങ്കിലും തരത്തിൽ ഇവരെ ഡിജിറ്റൽ മേഖലയിൽ ഡിജിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റലി അവർ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന് ഇരയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സുരക്ഷയ്ക്ക് പുതിയ നിയമം വരുന്നത്. ഇതിൻ്റെ ആത്യന്തികമായും മാതാപിതാക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും അവർ നിയമത്തിലൂടെ അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മാധ്യമത്തിൻ്റെ ഗൾഫ് പേജിലേക്ക് പോവുകയാണ് എങ്കിൽ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ അക്രഡിറ്റേഷൻ നടപടി ലഘൂകരിച്ചു എന്ന പ്രധാനപ്പെട്ട വാർത്ത ഉണ്ട്. ഈ നടപടിക്രമം ഇപ്പോൾ നിലവിൽ 60 ദിവസങ്ങളാണ്. അത് 4 ദിവസമായി കുറയും എന്നതാണ്. പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം അക്രഡിറ്റേഷൻ സേവനങ്ങൾ സമഗ്രമായ പരിഷ്കാരം പ്രഖ്യാപിച്ചാണ് UAE ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ അക്രഡിറ്റേഷനായുള്ള നടപടിക്രമങ്ങൾക്കായി എടുത്തിരുന്ന സമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പുതിയ പരിഷ്കാരം. അതോടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കുറയ്ക്കുന്ന സീറോ ബ്യൂറോക്രസി എന്ന സംരംഭത്തിൻ്റെ ഭാഗമായാണ് ഈ സാധനം നടപ്പാക്കാൻ പോകുന്നത്. ഷാർജ വിമാനത്താവളം അവധി ദിന തിരക്ക് നിയന്ത്രിക്കാൻ സുസജ്ജമായി എന്നുള്ള വാർത്ത മാധ്യമവും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊതുക് വ്യാപനം ഉണ്ടാകുന്നതിന് ജാഗ്രത വേണമെന്ന് ദുബൈ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. അതിന് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയെന്ന വാർത്തയും മാധ്യമം അതിൻ്റെ 2-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഡെസേർട്ട് ക്യാമ്പ് സന്ദർശിച്ച് ഷെയ്ഖ് ഹംദാൻ എന്ന വാർത്തയുണ്ട്. ആ ചിത്രങ്ങൾ വൈറലായി. ശൈത്യകാല ആഘോഷങ്ങളുടെ ഭാഗമായി ദുബൈയിലെ പല ഭാഗങ്ങളിലും ഈ ക്യാമ്പ് നടക്കാറുണ്ട്. ലിർമൻ ക്യാമ്പിലാണ്, അതുപോലെയുള്ള ദുബൈയിലെ ഖർമൻ ക്യാമ്പാണ് ഹംദാൻ സന്ദർശിച്ചത്. പുതുവത്സരത്തോടനുബന്ധിച്ച് അബുദാബിയിലെ സുരക്ഷ ശക്തമാക്കി പോലീസ് എന്ന വാർത്തയാണ്. മക്കൾക്കൊപ്പം ഗംറാൻ ക്യാമ്പ് സന്ദർശിച്ച ഷെയ്ഖ് ഹംദാൻ തുടങ്ങിയ അത്തരം വാർത്തകൾ തന്നെയാണ്. അബുദാബിയിലെ സ്വകാര്യ സ്കൂളുകൾക്ക് പുതിയ പിഴപ്പട്ടിക എന്ന വാർത്തകൾ ആണ് സിറാജ് അതിൻ്റെ ഉൾപേജിൽ ഗൾഫ് വാർത്തകൾ നൽകുന്ന 2-3 പേജുകളിലായിട്ട് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾപേജിലേക്ക് ഒന്ന് ഓടിപ്പോകാം. സമയം അതിക്രമിക്കുകയാണ്. നമുക്ക് എഡിറ്റോറിയൽ അടക്കമുള്ളവ ഇനി നോക്കാനുണ്ട്. ബുൾഡോസർ രാജിനെ കുഞ്ഞാലിക്കുട്ടി ന്യായീകരിച്ചപ്പോൾ സാദിഖ് അലി തങ്ങൾ തള്ളിപ്പറഞ്ഞു എന്നാണ്. കർണാടകയിലെ സംഭവത്താണ് കൊഗിലി ജില്ലയിലെ 2ഇടങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ അടിച്ചു പൊളിച്ചതിൻ്റെ കുറിച്ചാണ് പറയുന്നത്. അതിനെ കുഞ്ഞാലിക്കുട്ടി ന്യായീകരിക്കുകയായിരുന്നു. പക്ഷേ അത് ശരിയല്ല എന്ന് സാദിഖ് അലി പറഞ്ഞു എന്ന വാർത്ത സിറാജ് ഉൾപേജ് നൽകുന്നു. അരക്ഷിത ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഗുണകരമാകില്ല എന്ന വിഷയത്തിലാണ് സിറാജ് അതിൻ്റെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി നമുക്കറിയാം, ബംഗ്ലാദേശിൽ അത്ര സുഖകരമായ വാർത്തകളല്ല ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ത്യൻ വംശജരടക്കം, ഇന്ത്യക്കാർക്കടക്കം വലിയ തോതിൽ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്നു. ഹിന്ദു ആയ 2 പേരാണ് കലാപത്തിൽ മർദ്ദനമേറ്റ് ഒരാൾ മരിച്ചു. ഭീകരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്, ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാധനത്തെക്കുറിച്ചാണ് ഇന്ന് സിറാജ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ കൂടുതൽ സങ്കീർണമായ നിലയിലേക്ക് നീങ്ങുകയാണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രക്ഷോഭത്തിന് മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥി നേതാക്കൾ ഒന്നൊന്നായി കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് നിരന്തരം ഇന്ത്യക്കെതിരെ വലിയൊരു നിലപാടെടുത്ത ആളുകളാണ്, നിലപാടെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മുന്നിലുള്ളത്. ഇൻക്വിലാബ് മഞ്ചോ അതിൽ ഒന്നാണ്. അതിൻ്റെ നേതാവിനെതിരെയെല്ലാം ആക്രമണം ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം അതിർത്തിയിലുള്ള രാഷ്ട്രമാണ്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു അസ്ഥിരതയും അത് ഇന്ത്യയും ബാധിക്കും. അവിടെ നിന്നുള്ള ആളുകളുടെ ഒഴുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ടായേക്കാം. അങ്ങനെ വരുന്ന ആളുകളെ ഇവിടെ ഭീകരമായി നമ്മുടെ ആളുകൾ സ്വീകരിക്കുകയല്ല, മറിച്ച് ആക്രമിക്കുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ടാകുന്നുണ്ട് എന്നത്
വേറെ വിഷയം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ അഭയം നൽകിയിട്ടുണ്ട്. അത് എത്രത്തോളം അഭയം നൽകേണ്ടത് തന്നെയാണ്. കാരണം ഒരു രാജ്യത്ത് അക്രമമുണ്ടാകുമ്പോൾ അതിലേക്ക് ഇരയാകാൻ വേണ്ടി ഒരാളെ വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് എന്നത് ശരിയാണ്. അങ്ങനെ അഭയം നൽകുന്നത് മറ്റുള്ളവർക്ക് അവിടെയുള്ളവർക്ക് വലിയ താല്പര്യമുണ്ടാകില്ല. അത് നയതന്ത്ര തലത്തിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഇന്ത്യയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് സിറാജിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത്. വംശവെറിക്കെതിരെ ദേശീയ നിയമനിർമ്മാണം എന്നതാണ് മാധ്യമം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാരാണ് വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒരു നിയമം പാസ്സാക്കിയിരുന്നു. തെലങ്കാന അതിൻ്റെ ചുവട് പിടിച്ച് പാസ്സാക്കാൻ പോകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ വംശവെറിക്കെതിരെയും ദേശീയ നിയമനിർമ്മാണം ഉണ്ടാകണമെന്നാണ് മാധ്യമം പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ സമീപകാലത്തുണ്ടായ സംഭവം, വാളയാർ അട്ടപ്പള്ളത്തുണ്ടായ സംഭവം തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡെറാഡൂണിലുണ്ടായ സംഭവം, അങ്ങനെ ഒറ്റപ്പെട്ടതല്ലെങ്കിൽ കൂടി പല ഭാഗത്തും ഇത്തരത്തിൽ സംഭവങ്ങൾ കൂടുതലായി ഉണ്ടായിരിക്കുകയാണ്. വംശീയ വെറി തന്നെയാണ് ഇതിൻ്റെ പേരിൽ. ഞങ്ങൾ വലിയവരാണ്, അവർ കീഴുന്നവരാണ്, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെല്ലാം ലൈസൻസ് വരുന്നത്. അപ്പോൾ അതിനെതിരെ ദേശീയ നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. രാജ്യത്ത് മതത്തിൻ്റെ, ജാതിയുടെ, പ്രദേശത്തിൻ്റെ പേരിലുള്ള വംശീയവരി ആളുകളെ ഉന്മാദലഹരിയിലേക്കും തല്ലിക്കൊലകളിലേക്കും കൊണ്ടുചെന്നെത്തിക്കുകയാണ് എന്നതിൻ്റെ തെക്കും വടക്കുമുള്ള ഉദാഹരണമാണ് വാളയാറിലേതെന്നും പാലക്കാട്ടുണ്ടായതെന്നും എഡിറ്റോറിയൽ പറയുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദേശീയതയുടെ പേരിലുള്ള വംശവെറിയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട് ആൻഷേലിൻ്റെ കൊലപാതകം. ആൻഷേൽ എന്ന് പറയുന്നത് ഡെറാഡൂണിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ആളുകൾ. അപ്പോൾ നോർത്ത് ഈസ്റ്റുകാർക്കെതിരെ വലിയ തോതിൽ വംശീയ അധിക്ഷേപങ്ങൾ നേരത്തെ ഭയങ്കരമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു. ഡൽഹിയിലെല്ലാം പലപ്പോഴും നോർത്ത് ഈസ്റ്റുകാർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കാൻ വംശവെറിക്കെതിരെ ഒരു ദേശീയ നിയമനിർമ്മാണം അനിവാര്യമാണ് എന്നാണ് എഡിറ്റോറിയലിലൂടെ മാധ്യമം പറയുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഒന്ന് ഡിഫറൻ്റാണ്. ഡിജിറ്റൽ അടിമത്തം തുടച്ചു കളയാമെന്നാണ്. നമ്മൾ ഭയങ്കരമായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അതിൻ്റെ ഉപയോഗം അതിഭീകരമായിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഉള്ളത്. അതിൻ്റെ ആ ഒരു ഡിജിറ്റൽ അടിമത്തം തുടച്ചു കളയാൻ ഡീടോക്സിക്കേഷൻ വേണം എന്ന തരത്തിലാണ്. കയ്യിലുള്ള ഗാഡ്ജറ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതെന്തായാലും നമ്മൾ ചെയ്യണം. അതുപോലെ ഇതിലൂടെ നമ്മൾ ടെക്നോളജി എത്രമാത്രം ആശ്രയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ദിവസവും ഒരു സമയപരിധി നിശ്ചയിക്കലാണ് വേണ്ടത് തുടങ്ങി ചില നിർദ്ദേശങ്ങൾ മാതൃഭൂമി നൽകിയിരിക്കുന്നു. നമുക്കറിയാം പല ഭാഗത്തും, ഇപ്പോൾ ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ 16 വയസ്സിലുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഡിജിറ്റൽ ഡീടോക്സിക്കേഷൻ നടപ്പാക്കാനുള്ള വഴികൾ ഉണ്ട്. അത് നമ്മളും പിന്തുടരണം എന്നാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പറയുന്നത്. അത് എങ്ങനെയൊക്കെ വേണം, എന്തെല്ലാം ചെയ്യാം അക്കാര്യത്തിന് എന്ന കാര്യമാണ് പറയുന്നത്. ഇന്നലെ കാര്യവട്ടത്ത് ഇന്ത്യക്ക് 30 റൺസിന് വിജയമുണ്ടായി ഇന്ത്യൻ വനിതകൾക്ക്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ഇന്നിങ്സ് ടോട്ടൽ, കൂട്ടുകെട്ട് റെക്കോർഡ് എല്ലാം ഇന്നലെ പിറന്നു. അപ്പോൾ അതിന് തലക്കെട്ട് മാധ്യമം നൽകിയിരിക്കുന്നത് നല്ല രസമുണ്ട്. ഗ്രാൻഡ് ഓപ്പൺ എന്നാണ്. അതിൽ പെൺ എന്നത് നിറം മാറ്റി എഴുതിക്കൊണ്ട് സ്മൃതി മന്ദാന 10,000 ക്ലബിൽ പ്രവേശിച്ച ഉൾപ്പെടെയുള്ള വാർത്തകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തലക്കെട്ടാണ് ആ വാർത്തയെ സവിശേഷമാക്കുന്നത്. ഗ്രാൻഡ് ഓപ്പൺ. നല്ല ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ ഉണ്ടായത്. അതിൽ പെൺ എന്നത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തത് സിറാജിലാണ് എങ്കിൽ ഇന്ത്യൻ പൂരം എന്നാണ് തലക്കെട്ട് എഴുതിയിരിക്കുന്നത്. 20 ഇന്ത്യക്ക് 30 റൺസിൻ്റെ ജയം. പരമ്പരയിൽ 4-0 മുന്നിൽ. സ്മൃതി മന്ദാന കളിയിലെ താരം എന്നൊക്കെ പറഞ്ഞ സ്മൃതി 10,000 റൺസ് അടിച്ച 10,000 ക്ലബിൽ പ്രവേശിച്ചെന്ന വാർത്തയുമുണ്ട്. ഇത്തരം വാർത്തകളാണ് സ്പോർട്സ് പേജിൽ കാര്യമായിട്ടുള്ളത്. മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിലും ഈ വാർത്ത ഉണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ബിഗ് ഹിറ്റ് എന്നാണ് അവർ തലക്കെട്ട് എഴുതിയിരിക്കുന്നത്. ബിഗ് ഹിറ്റ് എന്ന് ആണ്. 10,000 കടന്ന സ്മൃതി മന്ദാനയുണ്ട്. ഈ വാർത്ത തലക്കെട്ട് ബിഗ് ഹിറ്റ് എന്ന പേരിൽ മാത്രം ചുരുക്കിയിരിക്കുന്നതാണ്. അതുപോലെ ടെസ്റ്റ് ടീം കോച്ചായി ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് സ്ഥാനത്ത് നിന്ന് ഗംഭീറിനെ മാറ്റുന്നു, പകരം ലക്ഷ്മണനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതെല്ലാം BCCI നിഷേധിച്ചിട്ടുണ്ട്. ആ വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഉൾപേജുകളിലുള്ളത്
മറ്റത്തൂർ മോഡൽ കൈകൊടുക്കൽ എന്നതിനാണ് കോൺഗ്രസിനെതിരെ ആയുധമാക്കി CPM. തൃശ്ശൂർ മറ്റത്തൂരിൽ 8 കോൺഗ്രസ് വാർഡ് അംഗങ്ങൾ രാജിവെച്ച് BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ മറ്റത്തൂരിലെ അംഗങ്ങൾ പറഞ്ഞത് മരിച്ചാലും ഞങ്ങൾ BJPയിൽ ചേരില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കോൺഗ്രസിനെതിരെ CPM ആയുധമാക്കി കഴിഞ്ഞു. കൂറുമാറിയവർക്കെതിരെ കാത്തിരിക്കുന്നത് അയോഗ്യതയാണ്. ഒരു പാർട്ടിക്കാർ ഒന്നാകെ ചാടിയാലും അയോഗ്യത വരും. 5 കൊല്ലം കൊണ്ട് അയോഗ്യരായത്, കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അയോഗ്യരായത് ഇങ്ങനെ 77 പേരാണ്. അപ്പോൾ അത്തരം എന്ത് സംഭവിക്കും ഇവർക്ക് എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ ഉണ്ട്. മാതൃഭൂമി ഒരു പരമ്പര പോലെ ആണ് ഇന്ന് ഒരു സാധനം പ്രത്യേകം എഴുതിയിരിക്കുന്നത്. മരണമൊഴിഞ്ഞ നിരത്തുകൾ ഇനിയും അകലെ എന്ന് പറഞ്ഞ് നമ്മുടെ റോട്ടിൽ കഴിഞ്ഞ വർഷം പൊലിഞ്ഞ ആളുകളുടെ എണ്ണം, ചോരപ്പാടുകൾ, സംസ്ഥാനത്ത് ദിവസം ശരാശരി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ 135, മരണം 11 ഒരു ദിവസം ഉണ്ടാകുന്നതാണ്. 2022 43,810 അപകടങ്ങൾ ഉണ്ടായപ്പോൾ അത് 2021 48,091 24 അത് 48,843 2025 ഒക്ടോബർ വരെ 41,356 ഡിസംബർ വരെ കണക്ക് കൂട്ടുമ്പോൾ എന്തായാലും മുൻ വർഷങ്ങളെ കവച്ചു വയ്ക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അത് ഇനിയും നമുക്ക് ഈ റോഡ് അപകടങ്ങളില്ലാത്ത നിരത്തുകൾ, മരണമൊഴിഞ്ഞ നിരത്തുകൾ അകലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്ന 2 പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ആരവല്ലി കേസും ഉന്നാവ് കേസുകളും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്ന വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ ഒരു പടത്തോടു കൂടി നൽകിയിട്ടുണ്ട്. ആരവല്ലിയുടെ മലനിരകളുടെ മാനദണ്ഡം മാറ്റിയതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അത് സ്വമേധയെ സുപ്രീം കോടതി കേസെടുത്താണ്. ഉന്നാവ് കേസിലാണെങ്കിൽ പ്രതിയായ BJP MLAക്ക് അദ്ദേഹത്തിൻ്റെ ജീവപര്യന്തം ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം നൽകിയതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ആ അപ്പീലാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നീതി ഉണ്ടാകുമെന്നാണ്, പുലരട്ടെ നീതി എന്നാണ് തലക്കെട്ട്. ഏതായാലും ഇന്നത്തെ ദ പ്രസ് ഇവിടെ സമാപിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.